ഹായ് നമസ്കാരം. ഇന്ത്യയിൽ നിന്നും യുഎയിലേക്കുള്ള യാത്രാ വിമാന വിലക്ക് ജൂലൈ മാസം 31-ാം തീയതി വരെ തുടരും എന്ന ഒരു വാർത്ത ഞാൻ വായിച്ചു. ജൂലൈ 31-ാം തീയതി വരെ തുടരുമെന്നല്ല, വരെയെങ്കിലും തുടരുമെന്നാണ്. അതിനർത്ഥം ജൂലൈ 31-ന് ശേഷം ഈ നിരോധനം നീണ്ടേക്കാം. എന്തുകൊണ്ടാണ് യുഎഇ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് കൊറോണയാണ്. ഇന്ത്യയിലെ കൊറോണ മൂലമാണ് യുഎഇ ഇങ്ങനെ ബോർഡറുകൾ അല്ലെങ്കിൽ യാത്രാ വിമാന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയും. ഇതിൻ്റെ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കൊറോണയല്ല, മറിച്ച് കൊറോണയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, നമുക്കറിയാം കൊറോണ ഒന്നാം തരംഗം വന്ന സമയത്ത് നമുക്ക് ഈ വൈറസിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. നമ്മൾ വളരെയധികം പേടിച്ച ഒരു സമയമാണ്. കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. ആ സമയത്ത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ യുഎഇ വിമാന സർവീസുകൾ നടത്താൻ തയ്യാറായിരുന്നു. ഈവൻ ഇന്ത്യയോട് പോലും പറഞ്ഞ് നിങ്ങളുടെ രാജ്യത്തെ ആൾക്കാർ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് സർവീസ് നടത്തി അവരെ എത്തിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ സമയത്ത് ധൈര്യപൂർവ്വം ഫ്ലൈറ്റുകൾ ഓടിക്കാൻ മുമ്പോട്ട് വന്ന ഒരു രാജ്യമാണ് യുഎഇ. അതിനുശേഷം നമുക്കറിയാം കൊറോണ ഉടമ്പടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് വീണ്ടും ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ കയറി ആർക്കെങ്കിലും കൊറോണ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ഇത്ര കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏപ്രിൽ 25-ാം തീയതി മുതൽ ഇങ്ങോട്ട് ജൂലൈ മാസം ഏതാണ്ട് തീരാറായി വരുന്നു. ഇത്ര നാളും 3 മാസക്കാലമായിട്ട് അവർ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ത്യക്കൊപ്പം പാകിസ്ഥാന്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുഎഇയുടെ ഫ്ലൈറ്റുകളുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ, പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള സർവീസിൽ നിന്നാണ് അവരുടെ വിമാന കമ്പനികൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല വരുമാനം കിട്ടുന്ന ഒരു സെക്ടർ അവരായിട്ട് അടച്ചിടും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവരങ്ങനെ ചെയ്യില്ല, അവർക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് കൊറോണയുടെ പേരിൽ അവരൊട്ടും ചെയ്യില്ല. പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, പാശ്ചാത്യരുടെ വാക്സിൻ ബിസിനസ്സാണ്. ഈ അടുത്തിടെ നിങ്ങൾക്കറിയാം US പ്രസിഡന്റ് ബൈഡൻ ഒരു പ്രഖ്യാപനം നടത്തി. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം 50 കോടിയോളം വാക്സിൻ, അമേരിക്കൻ വാക്സിനുകൾ ലോകത്തിലെ വിവിധ ദുർബല രാജ്യങ്ങൾക്ക്, അതായത് ധനപരമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് 50 കോടിയോളം വാക്സിൻ ഫ്രീ ആയിട്ട് നൽകും എന്ന ഒരു ഓഫറായിരുന്നു. അമേരിക്കക്കാർ അടയ്ക്കുന്ന നികുതിപ്പണം എടുത്ത് ബൈഡൻ മറ്റേതെങ്കിലും രാജ്യക്കാർക്ക് എന്തെങ്കിലും സഹായം നൽകുമെന്ന് നിങ്ങളാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അമേരിക്ക ജന്മത്ത് ചെയ്യില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം അവർ ചിന്തിക്കുക കൂടിയില്ല. അമേരിക്ക ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതേ സാധനം കൊണ്ട് തന്നെ അതിൻ്റെ 5 ഇരട്ടി പണം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഫ്രീ ആയിട്ട് കൊടുക്കുകയുള്ളൂ. അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്ന ഒരു വാക്സിൻ മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യയിൽ വാക്സിൻ വിൽക്കാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ നമ്മളിവിടെ വാക്സിൻ ഡെവലപ്പ് ചെയ്തു, നമ്മൾ നമ്മുടെ സ്വന്തം വാക്സിൻ യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് അവരുടെ വാക്സിൻ്റെ ആവശ്യമില്ല, മറ്റ് പുറത്തു നിന്നുള്ള ഏതെങ്കിലും വാക്സിൻ്റെ ആവശ്യമില്ലാത്തൊരു സ്ഥിതിയായിരുന്നു. എന്നാൽ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ണുവെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ അവരുടെ സാധനം വിറ്റിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കുറേ നാൾ മുമ്പ് കേട്ടത് യൂറോപ്പിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്രാവിലക്ക്. യൂറോപ്പ് 4 വാക്സിനുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ 4 വാക്സിനുകൾ അല്ലാതെ മറ്റേതെങ്കിലും വാക്സിൻ എടുത്തവർക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കൊടുത്തിരുന്ന വാക്സിൻ, ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള കോവാക്സിനും അതേപോലെ തന്നെ കോവിഷീൽഡുമായിരുന്നു. കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ആസ്ട്രാസെനക വാക്സിനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതെടുത്തിട്ടുള്ള ആൾക്കാർക്കും യൂറോപ്പ് വിലക്ക് ഏർപ്പെടുത്തി. ഈ സാധനത്തിന് WHO അപ്രൂവൽ ഉള്ളതാണ്. WHO അപ്രൂവലുള്ള വാക്സിൻ എല്ലാം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ യാതൊന്നും സംശയിക്കില്ല. എന്നാൽ ഞങ്ങൾ അപ്രൂവ് ചെയ്ത 4 വാക്സിൻ അല്ലാതെ മറ്റൊരു വാക്സിനും എടുത്തവർക്ക് യൂറോപ്പിലേക്ക് പ്രവേശനമില്ല എന്ന് അവർ പറയുമ്പോൾ അവിടെ വലിയ ബുദ്ധിയൊന്നും വേണ്ട തിരിച്ചറിയാൻ. അവരുടെ ലക്ഷ്യം വാക്സിൻ ബിസിനസ്സാണ്. അവരുണ്ടാക്കിയ വാക്സിൻ ലോകമെമ്പാടും വിൽക്കണം എന്നുള്ളതാണ്. സായിപ്പിന്റെ ഒന്നാമത്തെ കണ്ണ് ചൈനയിലാണ്. പക്ഷേ ചൈനയിൽ അഭ്യാസം നടക്കത്തില്ല. കാര്യം ചൈനക്കാർക്ക് ഇവരുടെ ഉടായ്പ പരിപാടി അറിയാം. അതുകൊണ്ട് അവർ അവരുടെ സാധനം അവിടെ ഉണ്ടാക്കുന്നു, അവർ വിൽക്കുന്നു, അവർ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. ചൈനയെ പോലെ തന്നെ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ഭരണത്തലപ്പത്തിരിക്കുന്നത് തൻ്റെ ഇടമില്ലാത്ത, അല്ലെങ്കിൽ സായിപ്പിന്റെ മുമ്പിൽ അടിപതറുന്ന ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ അണികളുമാണ്. സാധാരണ ജനങ്ങളെ നെഞ്ചത്ത് കയറാനല്ലാതെ വലിയവരെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ അമേരിക്കയും വെസ്റ്റേണേഴ്സും പറയുന്ന എന്താണോ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ അമേരിക്കയെ കൊണ്ട്, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ വാക്സിനുകൾ ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങളെല്ലാം പല രൂപത്തിൽ
അവതരിപ്പിച്ച് പല രൂപത്തിൽ ഇറക്കി. അതിൽ ഒന്നായിട്ടാണ് ഇപ്പോഴുള്ള ഇന്ത്യക്കാരുടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക്. അതിൽ പരമപ്രധാനമായ രാജ്യമാണ് UAE. കാരണം UAE ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ധാരാളം ആൾക്കാരുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ആൾക്കാർക്കെല്ലാം അവരെ കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക്, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പല ആൾക്കാർക്കും UAE വഴിയാണ് പോകാൻ സാധിക്കുന്നത്. ട്രാവൽ ഹബ്ബാണ് UAE. അപ്പോൾ UAE കൂടെയാണ് നമ്മൾ അമേരിക്കയിലേക്കായാലും യൂറോപ്പിലേക്കായാലും ഭൂരിപക്ഷം ആൾക്കാർ യാത്ര ചെയ്യുന്നത്. UAE ബോർഡർ അടച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് ലോകത്തേക്ക് പോകാനുള്ള സകല വഴികളും അടഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വഴി അടഞ്ഞു എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം UAE എടുക്കത്തില്ല. UAEക്ക് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ്. ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുക, ഏതെല്ലാം സെക്ടറിൽ എങ്ങനെയെല്ലാം ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിൽ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് UAE. അപ്പോൾ അവരൊരിക്കലും അവരുടേതായിട്ടുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. പ്രത്യേകിച്ചും ഞാൻ ദുബൈയിലൊക്കെ പരിചയമുള്ള ആൾക്കാരോട് തിരക്കിയപ്പോൾ അവിടെ പല കമ്പനികളിലും പ്രശ്നമാണ് സ്റ്റാഫ് ഇല്ലാത്തത്. കാര്യം ഇങ്ങനെ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലും പ്രധാനമായിട്ടും ഇന്ത്യയിലേക്കും ഒക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് തിരികെ അങ്ങോട്ട് ചെല്ലാൻ എത്താത്തതിന്റെ പേരിൽ അവിടെ പല കമ്പനികളിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് പ്രഷർ കൂടുതലാണ്. കമ്പനികളുടെ പ്രവർത്തനങ്ങളെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും ഇവിടെയുള്ള ആൾക്കാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് UAE ഗവൺമെന്റ് ഒരിക്കലും അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കാരണം ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ, സൗദി അറേബ്യ ഉൾപ്പെടെ, പാശ്ചാത്യരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. പാശ്ചാത്യരുടെ ടെക്നോളജിയും അവരുടെ സഹായവും ഇല്ലാതെ ഒരിക്കലും അവർക്ക് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവരുടെ 100% കൺട്രോളിലാണ് ഈ രാജ്യങ്ങളെല്ലാം കിടക്കുന്നത്. അവരെന്ത് പറയുന്നു, പ്രത്യേകിച്ച് അമേരിക്ക, അവരെന്ത് പറയുന്നു അത് അനുസരിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം അമേരിക്കയോ പാശ്ചാത്യരോ ഇവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇതേക്കുറിച്ച് നമുക്ക് വളരെ വലിയ പിടിയില്ല. കാര്യം നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. 100% ഇറക്കുമതി ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. അവരുടെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വിടണമെങ്കിലും അവർക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിലും അവർക്ക് ഇറക്കുമതി ആശ്രയിച്ചേ പറ്റുകയുള്ളൂ. ഇറക്കുമതി ആശ്രയിക്കണമെങ്കിൽ അവർക്ക് പാശ്ചാത്യരെ ആശ്രയിക്കണം. അത് അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള സകല രാജ്യങ്ങൾ, അത് ചൈന ആയാലും ഇന്ത്യ ആയാലും ഏത് രാജ്യങ്ങൾക്കും ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യണമെങ്കിൽ പാശ്ചാത്യരെ ആശ്രയിച്ചാൽ പറ്റുക. കാരണം വേൾഡ് കറൻസികൾ എന്ന് പറയുന്നത് US ഡോളറും യൂറോയുമാണ്. ഈ 2 കറൻസികളാണ് ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ആ കറൻസികൾ കൺട്രോൾ ചെയ്യുന്നത് വെസ്റ്റേണേഴ്സ് ആണ്, എസ്പെഷ്യലി അമേരിക്കയാണ്. ഇതിന്റെ എല്ലാം കൺട്രോളിംഗ് ബാങ്കറുള്ളത് ന്യൂയോർക്കിലാണ്. അപ്പോൾ അവർക്കറിയാം ലോകത്തുള്ള ഏത് രാജ്യം എന്താണ് വാങ്ങുന്നത്, എവിടെ നിന്നാണ് വാങ്ങുന്നത്. അവരറിയാതെ ഒരു സാധനവും എങ്ങോട്ടും പോകില്ല, എവിടെ നിന്നും എങ്ങോട്ടും വരികയുമില്ല. അങ്ങനെ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഈ രാജ്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് എതിരായി കഴിഞ്ഞാൽ അവർ തീർന്നു. അവർക്ക് തന്നെ സർവൈവ് ചെയ്യാൻ വളരെ വലിയ പ്രശ്നമാണ്. അവരുടെ മൊത്തത്തിലുള്ള ജീവിതം തെറ്റിപ്പോകും. അതുകൊണ്ട് അല്പം പോലും പാശ്ചാത്യരെ പിണക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് അറിയെങ്കിൽ ഞാൻ പറയാം. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. വളരെ പ്രതാപിയായ ഒരു രാജ്യമാണ്. പഴയ കാലത്ത് ഒരു പക്ഷേ ലോകത്തിലേക്കും തന്നെ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്നു. ഇന്ന് ആ രാജ്യത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. കാരണം അവർ പാശ്ചാത്യരുമായിട്ട് പിണങ്ങിയതാണ് വിഷയം. അമേരിക്കയെ പിണക്കിയതോടുകൂടിയാണ് അവർക്ക് ഈ സ്ഥിതി ഉണ്ടായത്. ഇറാൻ അവരുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ട ഭൂരിപക്ഷം സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ന് ഇറാൻ ഒരു സാധനം പോലും ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് US ഡോളറോ യൂറോയോ യൂസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ബാങ്കുകളെ യാതൊന്നും തന്നെ അമേരിക്ക അപ്രൂവ് ചെയ്തിട്ടില്ല. അവർക്ക് ഒരു തരത്തിലും അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ശരിയായ രീതിയിൽ ഒരു സാധനം ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നും അവര് അരി അങ്ങോട്ട് വാങ്ങിയിട്ടാണ് പകരം ഇങ്ങോട്ട് ഓയിൽ നൽകിയിരുന്നത്. അവരുടെ ഓയിൽ അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്റർനാഷണൽ കറൻസി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അവർക്ക് ഓയിൽ വിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സമ്മർദ്ദം കൊടുത്ത് ഇറാനിന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള സ്ഥിതി അമേരിക്കയോ പാശ്ചാത്യരോ പിണക്കി കഴിഞ്ഞാൽ ഏത് രാജ്യത്തിനും ഉണ്ടാകും. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ അടുക്കൽ അത്തരത്തിലുള്ള പരിപാടികൾ നടക്കത്തില്ല. മറിച്ച് മറ്റു തരത്തിലുള്ള തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത്. അതിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ ട്രാവൽ ബാൻ. ഇവിടെ നിന്നും പല ആൾക്കാർക്കും പലയിടത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ അവർ ഈ ട്രാവൽ ബാൻ നീക്കണം. അമേരിക്കയ്ക്കും പാശ്ചാത്യർക്കും സ്വാധീനമുള്ള എല്ലാ രാജ്യങ്ങളോടും അവർ എന്താണോ പറയുന്നത് അത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ വാക്സിനേഷൻ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനഘട്ട ചർച്ചകളിലാണ് അവരിപ്പോൾ. ഒന്നാമതായിട്ട് ആ വാക്സിൻ എടുക്കാൻ നേരം അവർ മുമ്പോട്ട് വെച്ച കണ്ടീഷൻസ് നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവർ ചെയ്തു. അതായത് ഞങ്ങളുടെ വാക്സിൻ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽ നടത്താൻ പാടില്ല. ഞങ്ങളുടെ വാക്സിൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ആരും കേസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം ആൾറെഡി അവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വിലയുമായിട്ട് ബന്ധപ്പെട്ട
അവർ ചാർജ് ചെയ്യുന്ന വില. അവരിപ്പോൾ ആൾറെഡി തന്നെ അവർക്കറിയാം വിലയിൽ ഒരു ബാർഗെയിനിങ് വരും. അതിനവർ ആൾറെഡി ചില ചന്തകളിലിടുന്ന പോലെ സാധനത്തിന് വില കൂട്ടിയിടും. എന്നിട്ട് നമ്മുടെ സർക്കാരിൻ്റെ വാദം ശരിയായി എന്ന് കാണിക്കാൻ വേണ്ടി അവരേത് വിലയാണോ ഉദ്ദേശിച്ചത് ഏകദേശം ആ വിലയിൽ കൊണ്ടുവന്നിട്ട് അത് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്നും ഈ സാധനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ എത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ് ഈ ട്രാവൽ ബാനിലൂടെയും മറ്റ് വേരിയന്റുകളുടെ കളികളിലൂടെയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോണം, ലോകത്തിലേക്കുള്ള എല്ലാ ട്രാവൽ ബാനുകളും ഇല്ലാതാകും. അവരുടെ വാക്സിനേഷൻ ഇവിടെ എത്തുന്ന സമയം വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നും മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ വാക്സിനേഷൻ വേണ്ട, ഈ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് തീരുമാനമെടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയുടെ തലപ്പത്തുണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും അവർ കളി കളിക്കുകയുമില്ല. ഒരിക്കലും UAE മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് അവർ ട്രാവൽ ബാൻ ഏർപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയോ യൂറോപ്യൻ യൂണിയൻ വഴിയുള്ള കളി നടത്തുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ ഫലിക്കും. അങ്ങനെ ഒക്കെ അവർ സമ്മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളതെന്ന് അവർക്കറിയാം. അങ്ങനെ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവന്ന് സായിപ്പിന്റെ കാൽച്ചുവട്ടിൽ അടിമ വെച്ചിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദിയും കൂട്ടരും. അത് തിരിച്ചറിയാത്തത് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർ മാത്രമാണ്. പക്ഷെ അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ UAE പോകാനിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഈ തീരുമാനം ഒരിക്കലും UAE അല്ല. അവർ അത് അവരുടെ മാസ്റ്റേഴ്സിന് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ പാശ്ചാത്യർക്ക് വേണ്ടി അവർ മനസ്സോടെ എടുത്തൊരു തീരുമാനമാണ്. അവർക്കൊരിക്കലും ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകേണ്ടതെന്നില്ല. അവർക്ക് നോർമലായിട്ട് ഫ്ലൈറ്റ് സർവീസ് നടത്തണമെന്നുണ്ട്. പക്ഷേ അവർക്ക് നിവൃത്തിയില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടാണ്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന വളരെ വലിയ മാർക്കറ്റ്, ആ മാർക്കറ്റിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ നടത്തുന്ന അഭ്യാസമാണ്. ബൈഡൻ 50 കോടി വാക്സിനേഷൻ പുറം രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് മുമ്പ്, അത് അടുത്ത വർഷം പകുതിയോടുകൂടിയാണ് കൊടുത്തു തീർക്കുമെന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഈ വാക്സിൻ തന്നെ വിറ്റ് അതിൻ്റെ 5 ഇരട്ടി പണം അളിയാനുണ്ടാക്കും. അതിനുള്ള ഒരു വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള വാക്സിനേഷൻ എത്തി ഇവിടെ അത് വിപണനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ വഴികളും തുറക്കും. പിന്നെ ഒരു വഴികളും എങ്ങും അടയില്ല. അതുവരെ കാത്തിരിക്കുക. താങ്ക് യു.